അപ്പോൾ എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒട്ടും മടിച്ചില്ല. പിന്നെ വലിയൊരു ശബ്ദത്തോടു കൂടി കിണറ്റിൽ വീഴുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. കയറിൽ കെട്ടിയിരിക്കണ കയറി പിടിച്ച് റിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് ആ കയറിൽ കൂടി അങ്ങോട്ട് ഊർന്നു. ഞാനും മുങ്ങിപ്പോയല്ലോ. പൊങ്ങി വന്നപ്പോൾ ഹസ്ബൻഡിനെയും കക്ഷത്തിൽ പിടിച്ച് പൊക്കിയെടുത്ത് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത് അന്ന് എന്നോട് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞ വാക്കുകൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴും പറയുമായിരുന്നു ഞാൻ എപ്പോഴും തുണയാണ്. ധൈര്യം, മനസ്സിൻ്റെ ധൈര്യമാണ്. എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കരഞ്ഞതല്ലാതെ അവർക്ക് എന്താ ഒന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഹസ്ബൻഡിനെ ആദ്യം കയറ്റണമെന്ന് ഫയർഫോഴ്സിനോട് ഞാനാണ് പറഞ്ഞത്. അവരെന്നെ കയറ്റാമെന്ന് പറഞ്ഞപ്പോഴും ഇല്ല. നമസ്കാരം. ഭർത്താവിന് വേണ്ടിയിട്ട് 40 അടി താഴ്ചയിലുള്ള കിണറിലേക്ക് അതിസാഹസികമായി ഇറങ്ങിയ പത്മ ചേച്ചിയാണ് എൻ്റെ കൂടെയുള്ളത്. എന്താണ് സംഭവം എന്നല്ലേ പറയാം. പത്മ ചേച്ചിയുടെ ഭർത്താവ് രമേശൻ ചേട്ടൻ പതിവ് പോലെ പിറവത്ത് കുരുമുളക് പറിക്കാൻ കയറി. അബദ്ധത്തിലാണ് കിണറ്റിലേക്ക് വീണു പോയത്. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കയറിൽ തൂങ്ങിയിറങ്ങി ചേച്ചി ചേട്ടൻ്റെ അടുത്തേക്ക് എത്തി. ഒടുവിൽ ചേട്ടൻ വെള്ളത്തിൽ മുങ്ങി താഴാതെ ചേച്ചിയുടെ ഇരു കൈകൾ ഉപയോഗിച്ച് താങ്ങി നിർത്തിയാണ് ജീവൻ രക്ഷിച്ചതെന്ന് തന്നെ പറയാം. ഒടുവിൽ ഫയർഫോഴ്സ് എത്തി ഇരുവരെയും കരക്കെത്തിച്ചു. എന്നാലും ചേച്ചിയും ചേട്ടനും ഇപ്പോൾ ആശുപത്രിയിലാണ്. അവരുടെ ആരോഗ്യത്തിന് വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട് ആരോഗ്യം? ഇപ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലെ ന്യൂറോ സർജറി വിഭാഗം നജീബ് ഡോക്ടറുടെ കീഴിൽ ചികിത്സയിലാണ്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കിവിടെ ലഭ്യമായി. സ്കാനിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാം നോർമലാണെന്നുള്ളതാണ് റിപ്പോർട്ടിൽ സാർ പറഞ്ഞത്. പിറവത്ത് ഞങ്ങൾ മൂവാറ്റുപുഴയാണ് താമസം. പിറവത്തിന് കൃഷി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പിറവത്തുള്ള വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പം ഇന്നലെ രാവിലെ അതുപോലെ പറമ്പ് നനയ്ക്കുന്നതിനായിട്ട് വന്നതാണ്. പക്ഷേ അപ്പോൾ കുരുമുളക് പഴുത്ത് കിടക്കുന്നത് കണ്ട് കുറച്ചൊക്കെ പറിച്ചു രാവിലെ. ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് കോണിയായിട്ട് പറിക്കുന്നതിനായിട്ട് പോയി. ഞാനൊരു ലാഡറും കൊണ്ട് ഞാനും പറിക്കാനായിട്ട് കൂടി. ഞാൻ അനുജൻ്റെ കുട്ടിയുമായിട്ട് സംസാരിച്ച് നിന്ന് ലാഡറിൽ നിന്നിട്ട് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞെരിയുന്ന ഒരൊച്ച, വലിയൊരു ഞെരിച്ചിൽ, മരം ഞെരിയണ ഒരൊച്ചയും പിന്നെ വലിയൊരു ശബ്ദത്തോടു കൂടി കിണറ്റിൽ വീഴുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ മരം ഒടിഞ്ഞ് കിണറ്റിന് മുകളിൽ വീണിട്ടുണ്ട്. ഹസ്ബൻഡിനെ കാണാനില്ല. അപ്പോൾ ഞാനും മോനെ വലിയച്ഛൻ കിണറ്റിൽ വീണു എന്ന് പറഞ്ഞിട്ട് ഓടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡ് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും സഹോദരനും കുടുംബവും പിന്നെ അയൽപക്കത്തുള്ളവരും കുറേ ആളുകളൊക്കെ ഓടി വന്നു. നല്ലവരായ എല്ലാ നാട്ടുകാരും ബന്ധുക്കളും ഞങ്ങൾക്ക് ഹെൽപ്പിനെത്തി. പക്ഷേ എങ്കിലും ഞാൻ ഓടിച്ചെന്ന് കയറെടുത്തിട്ട് വന്ന് അനിയൻ്റെ കുട്ടിയോട് പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കും, മോനെ വലിയച്ഛൻ കയറിൽ കയറില്ല, പെട്ടെന്ന് ഫയർഫോഴ്സിൽ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കയറിലൊന്നും കയറില്ല, ഫയർഫോഴ്സിനെ വിളിക്കുക, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് താഴേന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എല്ലാവരും ചുറ്റും കൂടി കിണറിന് താഴേക്ക് നോക്കി നിൽക്കുമ്പോൾ ആൾ ഉറങ്ങുന്ന പോലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ചെന്ന് മുഖം വെള്ളത്തിൽ മുട്ടി. അപ്പോൾ എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒട്ടും മടിച്ചില്ല. ഓടി അപ്പുറത്ത് കടന്ന് കയറിൽ കെട്ടിയിരിക്കണ കയറി പിടിച്ച് റിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് ആ കയറിൽ കൂടി അങ്ങോട്ട് ഊർന്നപ്പോഴാണ് കൈയൊക്കെ പൊട്ടി. അതൊന്ന് കാണിച്ച്, കൈയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. ആ കയറിൽ കുറച്ച് ഊർന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ദശയോടുകൂടി ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോരണത് എനിക്കറിയാം. പക്ഷേ എന്നാലും അത് കുഴപ്പമില്ല എന്നുള്ള ധാരണയിൽ കുറച്ചും കൂടി ഇറങ്ങി. പക്ഷെ അപ്പോൾ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ഹസ്ബൻഡിനെ കാണാനില്ല, മുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്ത് ചാടിയിട്ട് ഞാനും മുങ്ങിപ്പോയല്ലോ. അപ്പോൾ പൊങ്ങി വന്നപ്പോൾ ഹസ്ബൻഡിനെയും കക്ഷത്തിൽ പിടിച്ച് പൊക്കിയെടുത്ത് കിണറിൻ്റെ സൈഡിലേക്ക് ചാരി നിർത്തി. ഷോൾഡറിലേക്ക് കൈകൾ രണ്ടും ഇട്ടിട്ട് ബലമായിട്ട് ഞാൻ പിടിച്ച് നിന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനില്ല കൂടെ, അങ്ങനെ വിട്ടു കൊടുക്കുമോ എന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചു. കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് കണ്ണ് തുറന്ന് നോക്കി. കുഴപ്പമില്ല, ഒന്നുമില്ല, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ എന്ന് ചോദിച്ചപ്പോൾ
അങ്ങനെയാണ് കണ്ണ് തുറന്ന് നോക്കണം. വീട്ടിൽ ചേച്ചി മാത്രമല്ലായിരുന്നു, വേറെ ആളുകളുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ചേച്ചി ഇറങ്ങാം? ഇല്ല, അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ആത്മധൈര്യം ഉള്ള ഒരു ഇതിലുള്ളതാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡല്ല വേറൊരാളാണെങ്കിലും എനിക്കങ്ങനെ ചാടാനുള്ള ധൈര്യമുണ്ട്. മനസ്സിൻ്റെ ധൈര്യമാണ് എന്ന് വെച്ചാൽ ഒരു 10-20 വയസ്സായപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ മരിച്ചു, സ്പൈനൽ കോർഡ് ട്യൂമറായിട്ട്. പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മാരേജിന് മുമ്പ് തന്നെ അമ്മ മരിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ വലിയൊരു വീടും 3-4 ഏക്കർ സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കായി. അത് കഴിഞ്ഞ് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും പറഞ്ഞു, നീ ഇവൾക്ക് അച്ഛനും ഭർത്താവും എല്ലാമായിട്ട് നിന്നെ ഞങ്ങളെ ഏൽപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ പോലും, വഴക്കിട്ടാൽ പോലും, എൻ്റെ ഹസ്ബൻഡ് ഒരു സൈലൻ്റ് സ്വഭാവക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത് അന്ന് എന്നോട് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞ വാക്കുകൊണ്ടാണ് എന്ന് എപ്പോഴും പറയും. പക്ഷെ എന്നാലും വളരെ സ്നേഹസമ്പന്നനായ ആളാണ്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അതായത് ഇപ്പൊ കിണറിൽ നിന്നല്ല എവിടെയായാലും രക്ഷിക്കാൻ ഓടിയെത്തും. പിന്നെ അതുപോലെ ഞങ്ങളുടെ മെമ്പർ, ഞങ്ങളുടെ പിറവത്തെ വാർഡ് മെമ്പർ തത്സമയം ഓടിയെത്തി. അതുപോലെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ അവരുടെ ഹെൽപ്പൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സഹായം കിട്ടിക്കഴിയുമ്പോഴാണ് അവരുടെ ജോലിയുടെ മഹത്വം നമ്മൾ അറിയുന്നത്. ഫയർഫോഴ്സ് ഹോസ്പിറ്റലിലെ ഫയർഫോഴ്സാണ് ഞങ്ങളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. തല മുട്ടിയിട്ടുണ്ടായിരുന്നു, തലയുടെ ബാക്ക് വശം ഭിത്തിയിലിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ന്യൂറോ സർജൻ നജീബ് ഡോക്ടർ പറഞ്ഞത് ബ്രെയിനിൽ ചെറിയ ഷെയ്ക്ക് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ബോധം പോയത്. അപ്പോൾ എന്തായാലും ഇനി റെസ്റ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും പേടിയെന്നല്ല, ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ എപ്പോഴും തുണയാണ്. ധൈര്യം, മനസ്സിൻ്റെ ധൈര്യമാണ് അത് പുള്ളിക്കാരന് ഇത്തിരി കുറവാണ്. പക്ഷെ എന്ത് സംഭവങ്ങളുണ്ടാകുമ്പോഴും അതിനെ ഞാൻ നിസ്സാരവൽക്കരിച്ച് അത് സാരമില്ല, അത് നമുക്ക് നേരിടാം, എന്തിനേയും നമുക്ക് നേരിടാം, ആത്മധൈര്യം ഉണ്ടായാൽ മാത്രം മതി എന്ന് എപ്പോഴും പറയാറുണ്ട്. കിണറ്റിലേക്ക് ചേച്ചി ഇറങ്ങാൻ പോകണുണ്ട്, ആരെങ്കിലും വിലക്കോ ചെയ്യണ്ട? ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം ഹസ്ബൻഡ് ഇങ്ങനെ വെള്ളത്തിലേക്ക് മുഖം മുട്ടി പോകുന്നതായിട്ട് എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കരഞ്ഞതല്ലാതെ അവർക്ക് എന്താ ഒന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. പക്ഷേ എനിക്ക് താഴെ ഇറങ്ങി ഹസ്ബൻഡിനെ ആദ്യം കയറ്റണമെന്ന് ഫയർഫോഴ്സിനോട് ഞാനാണ് പറഞ്ഞത്. അവരെന്നെ കയറ്റാമെന്ന് പറഞ്ഞപ്പോഴും ഇല്ല, ഹസ്ബൻഡ് കയറിയതിന് ശേഷം ഞാൻ. അപ്പോൾ അതിനൊക്കെയുള്ള ധൈര്യം എനിക്കുണ്ട്. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു. രക്ഷിക്കുന്നത് അതറിയാം, എപ്പോഴും ഇങ്ങനെ പറയും. പക്ഷെ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടില്ല. എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. മകൻ ഇപ്പോൾ UK-ലാണ്, ഡോക്ടറാണ്, MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്ലാബ് എക്സാം എഴുതാൻ പോയിരിക്കുകയാണ്. ആളറിഞ്ഞിട്ടില്ല. അപ്പോൾ ആളെപ്പോഴും പറയും, ഞാനായിരിക്കും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ ഒപ്പിക്കണത്, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൈ കണ്ടോ ഞാനാണ് ഒന്ന് വീണത്. അപ്പോൾ ബൈക്കിൽ നിന്നാണോ വീണതെന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, കോണിയിൽ നിന്ന് താഴെ ഒന്ന് പോയതാണ്, കോണിയിൽ നിന്ന് പോയാൽ പോവില്ല, ഇങ്ങനെ കൈയാവില്ല എന്ന് പറഞ്ഞാൽ പുറത്തെ കോണിയിൽ പോയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവം? കിണറ്റി ചാടിയതാണെന്നും അമ്മ രക്ഷിക്കാൻ ഇറങ്ങിയതാണെന്നും ഒന്നും അറിയില്ല, മോനൊന്നും അറിയില്ല. ഇപ്പോൾ ചാനലിൽ കൂടിയൊക്കെ വന്നു എന്ന് പറയുമ്പോഴാണ് എൻ്റെ മകൻ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, ദൈവത്തിന് നന്ദി, പിന്നെ ഇവിടെ ചികിത്സിച്ച ഡോക്ടേഴ്സിന് നന്ദി, സ്റ്റാഫിന് നന്ദി, എല്ലാവർക്കും നന്ദി.